മട്ടാഞ്ചേരി പാലസിന്റെ ചരിത്രം എന്താണെന്ന് കണ്ടാലോ? മട്ടാഞ്ചേരി പാലസ് ഇന്ന് ടച്ച് പാലസ് എന്ന പേരിലും അറിയപ്പെടുന്നു. ഇതൊരു ചരിത്ര സ്മാരകമാണ്. കൊച്ചിയുടെ സമ്പന്നമായ ചരിത്രത്തിന്റെയും രാജകീയ പാരമ്പര്യത്തിന്റെയും പ്രധാന അടയാളങ്ങളിലൊന്നാണ്. കൊച്ചി നഗരത്തിലെ മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ കൊട്ടാരം കേരളത്തിന്റെ വാസ്തുവിദ്യ, രാജവംശ ചരിത്രം, വ്യാപാര ബന്ധങ്ങൾ, മതസാംസ്കാരിക ഇടപെടലുകൾ എന്നിവയെ ഒരുമിച്ച് ഓർമ്മിപ്പിക്കുന്നു. ഏകദേശം 16-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ പോർച്ചുഗീസുകാരാണ് കൊച്ചി രാജാവിനായി ഈ കൊട്ടാരം നിർമ്മിച്ചത്. കൊച്ചി രാജാവായ വീരകേരളവർമ്മയുടെ കാലഘട്ടവുമായി ഇതിന്റെ ആദ്യകാല ചരിത്രം ബന്ധപ്പെട്ട് കിടക്കുന്നു. പോർച്ചുഗീസുകാർ കൊച്ചിയുമായി ശക്തമായ വ്യാപാര ബന്ധം സ്ഥാപിച്ചിരുന്ന കാലമായിരുന്നു അത്. രാജാവിനോടുള്ള സൗഹൃദത്തിന്റെ ഭാഗമായി അവർ കൊട്ടാരം നിർമ്മിച്ച് സമ്മാനിച്ചതായി കരുതപ്പെടുന്നു. എന്നാൽ ഈ കൊട്ടാരം പോർച്ചുഗീസുകാരുടെ പേരിൽ അറിയപ്പെട്ടില്ല. പിന്നീട് 1603-ൽ ഡച്ചുകാർ കൊച്ചി കീഴടക്കിയതിനു ശേഷം കൊട്ടാരത്തിൽ നിരവധി അറ്റകുറ്റപ്പണികളും മാറ്റങ്ങളും നടത്തി. അതിനുശേഷമാണ് ഇത് പൊതുവായി ടച്ച് പാലസ് എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. യഥാർത്ഥത്തിൽ കൊട്ടാരം നിർമ്മിച്ചത് പോർച്ചുഗീസുകാരായിരുന്നുവെങ്കിലും പിന്നീട് ഡച്ചുകാർ നടത്തിയ നവീകരണമാണ് ഈ പേര് പ്രശസ്തമാവാൻ കാരണം. മട്ടാഞ്ചേരി കൊട്ടാരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ ചുമർ ചിത്രങ്ങളാണ്. കേരളത്തിന്റെ പാരമ്പര്യ ചിത്രകലാ ശൈലിയിൽ വരച്ച മനോഹരമായ ചിത്രങ്ങൾ കൊട്ടാരത്തിന്റെ അകത്തളങ്ങളെ അലങ്കരിക്കുന്നു. പ്രധാനമായും രാമായണം, മഹാഭാരതം, പുരാണ കഥകൾ, ഹിന്ദു ദേവതകളുടെ കഥകൾ എന്നിവയാണ് ചിത്രങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നത്. പ്രകൃതിദത്ത നിറങ്ങളും പരമ്പരാഗത ചിത്രരചനാ രീതികളും ഉപയോഗിച്ചാണ് പല ചിത്രങ്ങളും നിർമ്മിച്ചിരിക്കുന്നത്. കൊച്ചി രാജവംശത്തിന്റെ ചരിത്രത്തിൽ മട്ടാഞ്ചേരി പാലസിന് പ്രത്യേക സ്ഥാനമുണ്ട്. കൊച്ചി രാജാക്കന്മാരുടെ ഭരണകാലത്ത് മട്ടാഞ്ചേരി പ്രദേശം വ്യാപാരത്തിന്റെയും സംസ്കാരത്തിന്റെയും പ്രധാന കേന്ദ്രമായിരുന്നു. അറബികൾ, ചൈനക്കാർ, യൂറോപ്യന്മാർ തുടങ്ങിയ വിവിധ ദേശങ്ങളിൽ നിന്നുള്ള വ്യാപാരികൾ കൊച്ചിയിലെത്തിയിരുന്നു. സുഗന്ധദ്രവ്യങ്ങൾ, പ്രത്യേകിച്ച് കുരുമുളക്, കൊച്ചിയുടെ വ്യാപാര പ്രശസ്തിയുടെ പ്രധാന കാരണമായിരുന്നു. ഈ വ്യാപാര ബന്ധങ്ങൾ മട്ടാഞ്ചേരിയെ ഒരു ബഹുസാംസ്കാരിക പ്രദേശമാക്കി മാറ്റി. കൊട്ടാരത്തിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ വിവിധ മതവിഭാഗങ്ങളും വിവിധ രാജ്യങ്ങളിൽ നിന്നെത്തിയ ജനവിഭാഗങ്ങളും താമസിച്ചു. അതുകൊണ്ട് തന്നെ മട്ടാഞ്ചേരിയുടെ ചരിത്രം ഒരു കൊട്ടാരത്തിന്റെ ചരിത്രം മാത്രമല്ല, കൊച്ചിയുടെ ലോകവ്യാപാര ചരിത്രത്തിന്റെ ഒരു ഭാഗം കൂടിയാണ്. കൊച്ചി രാജകുടുംബത്തിന്റെ പാരമ്പര്യവുമായി ബന്ധപ്പെട്ട നിരവധി ഓർമ്മകൾ ഈ കൊട്ടാരത്തിൽ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. രാജകുടുംബത്തിന്റെ ഭരണവും ആചാരങ്ങളും ജീവിത രീതികളും മനസ്സിലാക്കാൻ കൊട്ടാരത്തിലെ വിവിധ ഭാഗങ്ങൾ സഹായിക്കുന്നു. പ്രത്യേകിച്ച് രാജകീയ മുറികളിലെ ചിത്രങ്ങളും അലങ്കാരങ്ങളും പഴയകാല ജീവിതത്തിന്റെ ഒരു ദൃശ്യരേഖ പോലെയാണ്. കാലം കടന്നുപോയെങ്കിലും മട്ടാഞ്ചേരി പാലസ് ചരിത്രത്തിന്റെ ഓർമ്മകൾ സംരക്ഷിച്ചുകൊണ്ട് ഇന്നും നിലകൊള്ളുന്നു. ഇന്നിത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സംരക്ഷണത്തിലുള്ള ചരിത്ര സ്മാരകവും മ്യൂസിയവുമായി പ്രവർത്തിക്കുന്നു. കൊച്ചിയുടെ ചരിത്രവും കേരളത്തിന്റെ കലയും വാസ്തുവിദ്യയും മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് വളരെ പ്രധാനപ്പെട്ട സന്ദർശന കേന്ദ്രമാണ്. മട്ടാഞ്ചേരി പാലസിന്റെ കഥ നമ്മോട് പറയുന്നത് ഒരു രാജാവിന്റെയോ ഒരു കൊട്ടാരത്തിന്റെയോ കഥ മാത്രമല്ല. പോർച്ചുഗീസുകാരുടെ വരവ്, ഡച്ചുകാരുടെ അധിനിവേശം, കൊച്ചി രാജവംശം, സുഗന്ധദ്രവ്യങ്ങളുടെ വ്യാപാരം, കേരളീയ കല, വിവിധ സംസ്കാരങ്ങളുടെ സംഗമം ഇവയെല്ലാം ഒരേ സ്ഥലത്ത് ഒത്തുചേരുന്ന ചരിത്രമാണ് മട്ടാഞ്ചേരി പാലസ്. ഇന്ന് കൊട്ടാരത്തിന്റെ പഴയ ചുവരുകളിലേക്ക് നോക്കുമ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള കൊച്ചിയുടെ ജീവിതം മനസ്സിൽ തെളിഞ്ഞതുപോലെ തോന്നും. രാജാക്കന്മാരുടെ കാലത്തെ ആചാരങ്ങളും വ്യാപാര കപ്പലുകളുടെ വരവും പോകലും വിദേശ വ്യാപാരികളുടെ വരവും വിദേശ വ്യാപാരികളുടെ സാന്നിധ്യവും കലാകാരന്മാരുടെ സൃഷ്ടികളും എല്ലാം ഈ പഴയ കൊട്ടാരത്തിന്റെ ചരിത്രത്തിൽ ഒളിഞ്ഞു കിടക്കുന്നു. മട്ടാഞ്ചേരി പാലസ് അതുകൊണ്ട് തന്നെ ഒരു പഴയ കെട്ടിടമല്ല, കേരളത്തിന്റെ രാജകീയ പാരമ്പര്യവും കൊച്ചിയുടെ ലോകവ്യാപാര ചരിത്രവും കലയും സംസ്കാരവും ഒരുമിച്ച് ചേർന്നൊരു ചരിത്ര പുസ്തകമാണ്. ഒരു കാലത്ത് രാജാക്കന്മാരുടെ കാൽപ്പാടുകൾ പതിഞ്ഞിരുന്ന ഈ നിലത്ത്
ഇന്ന് സഞ്ചാരികളുടെ കാൽപ്പാടുകളാണ്. അങ്ങനെ മട്ടാഞ്ചേരി പാലസ് ഒരു പഴയ കൊട്ടാരം മാത്രമല്ല, കൊച്ചിയുടെ ചരിത്രത്തെ ഇന്നിന്റെ തലമുറയിലേക്ക് കൈമാറുന്ന ജീവനുള്ള ചരിത്ര പുസ്തകം കൂടിയാണ്.